ബി.ജെ.പി. നേതാവ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കി 65 ലക്ഷത്തോളം രൂപയാണ് ജീവനക്കാരികൾ തട്ടിയെടുത്തത്. വിശദാംശങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, ഈ ദിയ അറിയാതെ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും പിന്നീട് ഈ ജീവനക്കാരികൾ പങ്കിട്ടെടുത്തുമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ സ്ഥാപനത്തിലെ ഏതൊക്കെ ജീവനക്കാരികളാണ് ഇപ്പോൾ ഈ കുറ്റപത്രത്തിലുള്ളത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഐശ്വര്യ, നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ഈ 65 ലക്ഷം രൂപയോളം തട്ടിച്ചു എന്നാണ് ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. 3 ജീവനക്കാരികൾ ചേർന്നാണ് ഇത്തരത്തിൽ 65 ലക്ഷം രൂപയോളം തട്ടിയത്. കേസിൽ ക്രൈംബ്രാഞ്ച് നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 3 ജീവനക്കാരികളും 1 ജീവനക്കാരിയുടെ ഭർത്താവുമാണ് കേസിൽ പ്രതി. ഇത്തരത്തിൽ ദിയ കൃഷ്ണയുടെ QR കോഡിന് പകരം ജീവനക്കാരികളുടെ QR കോഡ് വഴി പണം തട്ടി എടുക്കുകയായിരുന്നു. പ്രതികൾ ആഡംബര ജീവിതത്തിനായി പണം ഉപയോഗിച്ചുവെന്നാണ് നിലവിലെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. കൃഷ്ണകുമാർ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ നിലവിൽ അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. ആ കേസിലും അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരും വിനീതയുടെ ഭർത്താവ് ആദർശമാണ് നിലവിൽ കേസിലെ പ്രതികൾ. വിശ്വാസവഞ്ചന, മോഷണം, കൈവശപ്പെടുത്തൽ, ചതി എന്നിവയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ഏകദേശം 2 വർഷത്തോളം കൊണ്ടാണ് ഇവർ ഇത്രത്തോളം ലക്ഷം രൂപ തട്ടിയെടുത്തത്. നിലവിൽ ഏതായാലും ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. ഈ മറ്റേ കൃഷ്ണകുമാറും ബന്ധുക്കളും ചേർന്ന് ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിലും നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരി, ഈ സ്ഥാപനത്തിലെ ജീവനക്കാരികളായ ദിവ്യ, രാധാകുമാരി, വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവരെയാണ് കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിട്ടുള്ളത്. ഈ കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര.